ചെറുപ്പത്തിൽ ഒരുപാട് ഡൗൺഫോളിൽ നിന്നാണ് ചേച്ചി കയറി വന്നത്. പക്ഷെ അത് ചേച്ചി ആവേശിച്ചിട്ടില്ല എന്നുള്ളതും ദീപ്തി അപ്പോൾ എങ്ങനെയാണ് ചേച്ചി ഈ അപ്പ് ആൻഡ് ഡൗൺസിനെ നോക്കിക്കണ്ടിരുന്നത് ഓരോ സമയത്തും? അല്ല, അത് ജനിച്ചപ്പോൾ നന്നായി ജനിച്ചു. നല്ല ഒരു രീതിയിൽ നല്ല ആദർശ് വിദ്യാലയത്തിൽ പഠിപ്പിച്ചു. അച്ഛൻ 3 ജോലിക്കാരാണ്, കാറുണ്ട്, നല്ല വീട്. അങ്ങനെ ജനിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു 6 വയസ്സിൽ ഡിവോഴ്സായി പോയപ്പോൾ 7ാമത്തെ വയസ്സിൽ എല്ലാം തലതിരിഞ്ഞു പോയി. അപ്പോൾ അത് വിട്ട് കാണുകയാണ്. അപ്പം ആ കുട്ടിക്കാലം കളിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് അതൊക്കെ, ആ പ്രായമൊക്കെ. അതൊക്കെ കിട്ടാതെയായിരുന്നു. അതൊക്കെ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയപ്പോൾ അത് തിരിച്ച് എനിക്ക് വന്നു. അപ്പോൾ ശശിയേട്ടൻ 3 മക്കളായിട്ടാണ് ഞങ്ങളെ കാണുന്നത്. ഞാനൊന്ന്, മോനൊന്ന്, മോളൊന്ന്. 3 പിള്ളേരെ കൊണ്ട് തോറ്റ് ഞാൻ ഇന്നേ പറയുള്ളൂ. കളിക്കും, ഭയങ്കരമായിട്ട് കളിക്കും. ഈവൻ സ്റ്റിൽ എൻ്റെ മോൻ്റെ കൂടി കളിക്കും. ഇന്നലെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു ഇന്നലെ വൈകുന്നേരം. മോനെ അമ്മ ഒന്നും ചെയ്തില്ല മോനെ, പായസം പോലെ ആരും വെച്ച് തന്നില്ല, എനിക്ക് പിസ്സ വേണം. അവൻ്റെ ചോദ്യം, നല്ല പിസ്സ വേണം ചീത്ത പിസ്സ വേണം? അതെന്നാ മോനെ നല്ല പിസ്സ ചീത്ത പിസ്സ? ആ പിസ്സൻ്റെ പേര് പറഞ്ഞ് എന്നെ തല്ലും. അപ്പോൾ 2 പിസ്സ ഇതല്ലേ അമ്മയ്ക്ക് ഇഷ്ടമെന്ന്. അത് വേണ്ട, മോൻ ഓർഡർ ചെയ്യുന്ന പിസ്സ അവൻ ഓർഡർ ചെയ്ത് എനിക്ക് അയച്ച്. നൈറ്റ് ഞാൻ നളിനി വന്നിരുന്നു നല്ല ഒരു ഫംഗ്ഷന് പോകാൻ. അവളും ഞാനും കഴിച്ചു. ആ സൂപ്പർ പിസ്സ അനിമോനെ വിളിച്ച് പറയാന്ന് പറഞ്ഞ്. ഇതാണ് അതങ്ങനെ ടേക്ക് ഇറ്റ് ഈസിയാണ്. ലൈഫ് വളരെ ഷോർട്ടാണ്. അതിനെ നമ്മൾ എത്ര സന്തോഷമായിട്ട് പോസിറ്റീവായിട്ടിരിക്കും അത്രയും നമുക്ക് നല്ലതാണ്, നന്മകളാണ്. കുട്ടികളുടെ അടുത്തും ഞാൻ ഒരു കുട്ടീനെ പോലെ പെരുമാറുന്നത്. അവരുടെ അടുത്ത് അമ്മയാണ്, അങ്ങനെ ഒന്നും ഒരു രീതിയിലല്ല പെരുമാറുന്നത് ഞാൻ. അവരുടെ അടുത്ത് ഒരു കുഞ്ഞായിട്ടേ പെരുമാറുള്ളൂ. അവർ അത് മേ ബി എൻ്റെ മോള് എൻ്റെ അമ്മയായിട്ടോ എൻ്റെ മോനെ എൻ്റെ അച്ഛനായിട്ടോ ഞാൻ കരുതുന്നു. അങ്ങനെ എടുത്താൽ പോരെ. ചേച്ചി ഡൗൺസിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് വിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. ജപ്തി ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വസ്തു വിറ്റാൽ തീരമായിരുന്ന ഒരു പ്രശ്നം അത് വളർന്ന് മൊത്തത്തിൽ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് ആകുന്ന സമയത്ത് ചേച്ചി കളക്ടറേറ്റിലാണോ കളക്ടറേറ്റിൽ പോയി നിൽക്കുന്ന സമയത്ത് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇത്. ഭയങ്കര നെക്ക് മൂമെന്റിലാണ് ഞാൻ പോയത്. ഇപ്പം ഇവര് അസാധ്യ സ്ത്രീയാണ് കേട്ടോ. ഞാൻ പോയത് സുകുമാരി അമ്മ എനിക്ക് പറഞ്ഞു തന്നെ, മോളെ നീ വന്നിട്ട് ജയലളിതനെ ഒന്ന് പോയി കാണുന്നു. അപ്പം നേരെ പോയി അവരുടെ വീട്ടിൻ്റെ അവിടെ നിന്നു. അപ്പം വെളിയിൽ നിന്ന് ആൾ പറഞ്ഞയച്ചു. ആൾ ഉള്ളിൽ പോയി പറഞ്ഞു, இந்த மாதிரி സീമാമ്മ വന്നിരിക്കാங்க. അപ്പോൾ അവർ എവിടെയോ കാഞ്ചീപുരത്ത് പോവാണ്. അവരെ നമ്പർ വാങ്ങിച്ചു വെച്ചേക്ക്, ഞാൻ വിളിക്കാമെന്ന് പറയാമെന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞയച്ചു. ഞാൻ വിചാരിച്ചു അത്രയേ ഉള്ളൂ, ഇനി ബിസിയല്ലേ, എവിടെ വിളിക്കാമെന്ന്. പക്ഷെ ജൂണിൽ വിളിച്ചു അവരെന്നെ. ജൂണിൽ 6th എനിക്ക് ഡേറ്റും കൊടുത്തു, വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സീമ ശശി എന്ന് പറഞ്ഞ് കൊടുത്തയച്ചു. ഞാൻ പോയ അന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു. വിജയ് ഉണ്ടായിരുന്നു, ശരത് കുമാർ ഉണ്ടായിരുന്നു, എല്ലാം ഓരോരോ ഇതിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉള്ളിൽ കയറുകയാണ്. അത് അന്ന് ഞാൻ സിനിമ എന്നുള്ളത് എത്ര ബഹുമാനമാണെന്നുള്ളത് എൻ്റെ ചോറാണത്. പക്ഷേ ഇത്രയും ബഹുമാനമുണ്ട് ഇതിനുള്ളത് അന്ന് എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ കയറുന്നു, ഈ അമ്മ ഇങ്ങനെ എണിക്കുന്നു. ഭയങ്കര ഞാൻ ഇങ്ങനെ കയറുന്ന ഇവരെങ്ങനെ എണിക്കുന്നു, ആലോചിച്ച് നോക്കി ഞങ്ങൾ. എണിക്കുന്നു. അടുത്ത അസിസ്റ്റൻറ്റ് ഷീല നായർ എന്ന് പറഞ്ഞ് അവരും എണിക്കുന്നു. ഈ മാഡം എണീറ്റപ്പോൾ അവരും എണിക്കുന്നു. ഇത് ഇങ്ങനെ നോക്കി, വാങ്ങ ശശി വരില്ലാന്ന് ചോദിച്ചു. ഇല്ല കറങ്ങുന്നു. ഞാൻ ഇരുന്നതിന് ശേഷം അവരിരുന്നേ. അത് ഞാനൊരു സാധാരണ ഒരു പെണ്ണാണ്, ഒരു നടീന്നപ്പുറത്ത് ഒരു സാധാരണ ഒരു പെണ്ണാണ്. ഇവരത് ബഹുമാനിക്കുന്നത് കണ്ടപ്പം എനിക്കത് സിനിമേനോട് ബഹുമാനം തോന്നി. ഇത് ആർക്കും കിട്ടാത്തൊരു പൊസിഷനാണ് സിനിമ എന്നുള്ളത്. അങ്ങനെ എളുപ്പത്തിൽ എല്ലാവർക്കും കിട്ടൂല, കിട്ടുന്നവർക്ക് ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചു എന്നിട്ട് അവർ പറയാണ്, അവർ ജയ ടി വിയിൽ 2 സീരിയൽ ചെയ്തു. ബാലചന്ദ്ര സാർ ரொம்ப நல்லா பண்ணீங்கன்னு ചോദിച്ചു.
ரொம்ப நல்லா இருந்தது, ബ്യൂട്ടിഫുൾ, ഹാറ്റ്സ് ഓഫ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത്രയും തിരക്കിൽ നിങ്ങൾക്ക് കാണാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചു. ഓഫ് കോഴ്സ് ഞാൻ പാപ്പയെല്ലാം. എനിക്ക് ഭയങ്കര ഇത്. എന്നിട്ട് എനിക്ക് അവർ ഈ റോസ് പൂവെന്നൊക്കെ അല്ലേ നമ്മൾ കേൾക്കുന്നത്, അതുപോലെ ഇരിക്കുന്ന അവർ ഞാൻ തൊട്ടോട്ടെ ഒന്നും ചോദിച്ചു. പോയ കാര്യം വേറെ, സംസാരിക്കുന്ന വേറെ, തൊട്ടേട്ടെ പിന്നെ എന്താന്ന്. എന്നിട്ട് പിടിച്ച് ഉമ്മ വെച്ചു ഞാൻ. അപ്പോൾ കുഴപ്പമില്ല. എന്നിട്ട് അവരുടെ അസിസ്റ്റന്റിനെ വിളിച്ചു, സുബ്രഹ്മണ്യം சீமா மேடத்துக்கு என்ன வேணுமோ அது பண்ணி கொடுங்க, ஒன்றும் இது பண்ணக்கூடாது, எல்லாரையும் சஸ்பெண்ட் பண்ணுங்க. അപ്പോൾ ഞാൻ പറഞ്ഞു മാഡം സസ്പെൻഡ് ചെയ്യുന്നതല്ലാതെ സൊല്യൂഷൻ, ഞാനിങ്ങ് വെളിയിൽ വരണം എന്നുള്ളതാണ് സൊല്യൂഷൻ. അതെനിക്ക് ചെയ്ത ആരും വയറ്റുപഴപ്പ് അടിക്കാനുള്ള ഇതല്ല, എന്താന്നുള്ളത് സിമിക്ക് എന്താന്നുള്ളത് എഴുതി കൊടുത്തിട്ട് പോകുന്നു. പക്ഷെ അവരത് ചെയ്തു കൊടുത്തവർ. അതുകൊണ്ടാണ് ശരിക്കും സർവൈവ് ചെയ്യാൻ പറ്റിയത് ആ ഘട്ടത്തിൽ. മേ ബി ഉണ്ടാവും അത് പിന്നെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ചിലർ ഇപ്പോൾ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാലും ഈ ക്യാമറമാനെ ഹെൽപ്പ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ അപ്പം ചെയ്യണ്ട. ഇത് ചെയിനാണല്ലോ. അതെ അതെ, ഒരാൾക്ക് ചെയ്യണമെന്ന് തോന്നും, പക്ഷെ ക്യാമറമാനെ ഇതെന്തോന്ന് അവർ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ചെയ്യാൻ ഒക്കില്ല. അങ്ങനെ പോയതാണ്. പക്ഷെ ആ സമയത്ത് ചേച്ചി ശരിക്കും ഇതിനെ ഫേസ് ചെയ്യുന്നതിന് വേറെ അധികം സഹായങ്ങളൊന്നുമില്ല. എല്ലായിടത്തുനിന്നും കിട്ടിയിട്ടുണ്ടായ ഒരു പാരയായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്തുണ്ടായ പ്രശ്നങ്ങളായിരുന്നു ചേച്ചി അങ്ങനെ ഒറ്റപ്പെടുത്തുകയും ഇത്രയും ക്രൈസിസിലേക്ക് കൊണ്ടുവന്നത്. ആ സമയം ഞാൻ പറഞ്ഞില്ലേ, ഓരോരു ദൈവം മനുഷ്യ രീതിയിൽ വരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അതിനുള്ള ഇതാണ്. എനിക്ക് മോനായിട്ട് ഹെൽപ്പ് ചെയ്തു, മോഹൻദാസ് നമ്മളെ ട്രിവാൻഡ്രത്ത് പുള്ളി ഹെൽപ്പ് ചെയ്തു. എല്ലാവരും എൻ്റെ കൂടെ നിന്നു, ലിസി എൻ്റെ കൂടെ നിന്നു. ഇങ്ങനെ ഓരോരുത്തർ റാണിമ എൻ്റെ കൂടെ, എല്ലാവരും ഓരോരുത്തരും എൻ്റെ കൂടെ നിന്നതാണ് ആ സമയത്ത്. അതൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞതിൻ്റെ സത്യമാണ്. ഇതൊക്കെ എന്ത് നടന്നു. എന്തിന് അയ്യപ്പൻ കോയിലെ ക്ഷേത്രത്തിൽ ഓരോരുത്തരുടെ കണ്ണിന്നും കണ്ണീരും കണ്ടു ഞാൻ. അപ്പം എന്തുമാത്രം അവരുടെ രൂപത്തിൽ ഞാൻ കാണുകയാണ് അവരെയൊക്കെ. ഞാൻ മാത്രം പോന്നു. ശശിയേട്ടനെയും മക്കളെയും അയച്ചു വീട്ടിൽ തിരിച്ച്. ഞാൻ 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്നു, അമ്മേൻ്റെ വീട്ടിലിരുന്നു. 3-ാമത്തെ ദിവസം വെള്ളിയാഴ്ച അമ്പലത്തിൽ കയറുന്നു. എല്ലാവരുടെ കണ്ണിന്നും കണ്ണീർ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം കൃഷ്ണതന്ത്രി അയ്യപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് നല്ല സ്ത്രീയാക്കിയിട്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നന്നായി വരും, വിഷമിക്കേ വേണ്ട. ഞാൻ വിഷമമേ ഇല്ല എന്ന് പറഞ്ഞ് തൊഴുതിട്ട് വന്നു. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു സംഭവമല്ല, ഒരുപാട് സംഭവങ്ങൾ. പക്ഷേ എൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ഫോർവേഡ്. ഇതിൽ യാതൊരു കുഴപ്പവും പാടില്ല. നമ്മളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ശുദ്ധമാണെങ്കിൽ നല്ലതേ നടക്കുള്ളൂ. ചേച്ചി മറ്റുള്ളവരെ കുറ്റം പറയാനല്ല സമയം വിനിയോഗിക്കുക. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആരെയും ബ്ലെയിം ചെയ്യാറില്ല. ചെയ്യാൻ പാടില്ല, ആവശ്യമില്ലല്ലോ. ബ്ലെയിം ചെയ്യാൻ പാടില്ല. അതെങ്ങനെയാണ് അങ്ങനെ ഒരു നമുക്കതൊരു തോട്ടല്ലേ, ആ തോട്ടിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ കുറേ അത്തരം കാര്യങ്ങൾ അല്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. അത് എൻ്റെ മുമ്പിൽ അവർ വീഴുന്ന ഞാൻ കാണുന്നു. ഓ അങ്ങനെയാ, അങ്ങനെ എടുത്താൽ മതിയല്ലോ. ഇപ്പം എൻ്റെ അച്ഛൻ തന്നെ ഒരു ഇതാണ്. അച്ഛൻ മരിക്കുമ്പം കഷ്ടപ്പെട്ടായിരുന്നു. അപ്പം അതൊക്കെ നമ്മളുടെ മുമ്പിൽ കാണിക്കുകയാണ്, ദൈവം കാണിക്കുന്നുണ്ട്. അതിനെ നമ്മൾ കുത്തിപ്പൊക്കാൻ പാടില്ല. പക്ഷേ ഈ അച്ഛൻ മരിക്കുന്ന സമയത്തും ചേച്ചിയോട് സഹായം ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്ന സമയത്ത് ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടിയെ ഒരാളെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അച്ഛൻ പറയുമ്പോൾ ആ സമയത്ത് ചേച്ചി അത് ചെയ്താണ് ശരിക്കും ചേച്ചി അവിടെ ഹീറോ ആവുന്നത്. ശരിക്കും അല്ല, ചെയ്യാൻ പറഞ്ഞ എൻ്റെ അമ്മയാണ്, ഞാനല്ല. എൻ്റെ അമ്മയാണ്. അമ്മ പറഞ്ഞു. അമ്മയാണ്, നല്ല ബാക്ക് ബോണാണ് അമ്മ. അമ്മ പറയും, മോളെ ഇത് ചെയ്യണം, ഇത് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, അമ്മേൻ്റെ ധൈര്യമാണ് എനിക്ക്. അമ്മ ഭയങ്കര ബോൾഡാണ്. കരയില്ല സ്ത്രീ, വിഷമിക്കേണ്ട കേട്ടോ മോളെ, നന്നായി നടക്കട്ടാ, ഇതിങ്ങനെ പറയുള്ളൂ. അന്ന് ഒരാളെ കൂടെ സംരക്ഷിക്കാൻ പറഞ്ഞു, ലക്ഷ്മിയെ കൂടെ കൂട്ടി. ഇപ്പോഴും ലക്ഷ്മി കൂടെ തന്നെ ഇല്ലേ? ഉണ്ട്. ഇതിപ്പോഴും പറഞ്ഞിട്ടാ വന്നേ ഞാൻ. അങ്ങനെയും നമുക്ക് പ്രതികരിക്കാമല്ലേ, അങ്ങനെയും ചെയ്യാം, അങ്ങനെയും ചെയ്തും പ്രതികരിക്കാം നമുക്ക്. അത് ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ്. നമ്മൾ എന്ത് നോക്കി പോണോ
അത് മനസ്സിൽ വെച്ചിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. അത് തെറ്റാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് നല്ല ഹെൽപ്പല്ല. അത് പാടില്ല. ഈ ശശി സാർ അധികം സംസാരിക്കാത്ത ഒരാളാണ്. മാം ആണെങ്കിൽ അത്യാവശ്യം സംസാരിക്കുന്ന ഒരാളാണ്. അത്യാവശ്യം നല്ലോണം നല്ലോണം തല്ലി പിടിക്കാനും ഒക്കെ പറ്റുന്നതാണ്. പക്ഷേ ഈ സിനിമയുടെ കാര്യത്തിൽ നിങ്ങൾ പ്രൊഫഷൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ സംസാരിക്കില്ല. വീട്ടിൽ ഒരു വാക്ക് സംസാരിക്കില്ല. ഈവൻ സ്റ്റിൽ എൻ്റെ മോൻ്റെ അടുത്തും ഇന്ന് എന്താ ചെയ്യുന്ന മോനെ, പടം എന്തായി, എങ്ങനെ പോകുന്നു, ഇതൊന്നും ചെയ്യേയില്ല. ഇപ്പം ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ ഓണത്തിന് വരുമോ മോനെ, നോക്കട്ടെ അമ്മ എന്നാ വരൂ, ഇതാണ് ഇത്. അല്ലാതെ അപ്പോഴും ഞാൻ പറഞ്ഞു ജോലി ഉണ്ടെങ്കിൽ എന്നോ മോനെ കുഴപ്പമില്ല, മോൻ ജോലി നോക്കി, ഇത്രയേ ഉള്ളൂ. അല്ലാതെ എന്താണ്, എന്തുകൊണ്ട് വരുന്നില്ല, നീ വന്നേ പറ്റൂ, ഇത് അങ്ങനെയൊന്നും നമ്മൾ സംസാരിച്ചുകൂടാ. അത് ഞാൻ പഠിച്ച പാഠമൊക്കെ ആയിരിക്കും, അനുഭവിച്ച അനുഭവങ്ങളായിരിക്കും. പക്ഷേ ഈ സിനിമയിൽ ഇപ്പോൾ പ്രേം നസീർ സാറിനെ അധികം പ്രൊമോട്ട് ചെയ്യാൻ ശശി സാർ തയ്യാറായിട്ടില്ല. പക്ഷെ മാം ആണെങ്കിൽ ഒത്തിരി സിനിമകളിൽ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, സൂപ്പർ ഹിറ്റും ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സോമൻ സാറുമായിട്ട് ചെറിയ തെറ്റിലുണ്ടായതിനു ശേഷവും മാം സോമൻ സാറിന്റെ സിനിമകൾ നിരന്തരമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അതെനിക്കറിയില്ലല്ലോ, ഇവർ തമ്മിൽ എന്താന്ന് എനിക്ക് അറിയില്ലല്ലോ. ഇപ്പോഴല്ലേ പറഞ്ഞ് സംസാരിക്കില്ല എന്ന്. അത് പുള്ളിയും പറയില്ല നീ അഭിനയിക്കരുത്, അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെ അതാ എന്തെങ്കിലും പറഞ്ഞെന്നല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. എനിക്കതൊന്നും അറിയില്ല. എന്നിട്ട് ഒരു നോയും ഇന്നേ വരെ പറഞ്ഞിട്ടുമില്ല അല്ലേ? ഒന്നും പറയില്ല. അവിടെ പോയത് ഇവിടെ ഒന്നും പറയില്ല. ഇവൻ കല്യാണം കഴിക്കുമ്പം തന്നെ നീ അഭിനയം നിർത്തണം എന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞു, നിർത്താന്ന് പറഞ്ഞു. അപ്പൊ ഈ ശംഖുമാമനും ബഹദൂർക്കൊക്കെ പറഞ്ഞു നീ അങ്ങനെ ഒരു സെൽഫിഷ് ആവരുത്, അവൾ നല്ലൊരു നടിയാണ്, അവളെ നീ വന്നിട്ട് ഇതാക്കാൻ പാടില്ല. അങ്ങനെ പുള്ളി സമ്മതിച്ചാണ്, അഭിനയിച്ചു.